ഹായ് ഓൾ, വെൽക്കം ടു ഈസി റെസിപ്പീസ് ബൈ സുജ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. സ്പെഷ്യൽ ആയിട്ടുള്ള വിഭവമാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. ഇത് ഞങ്ങളുടെ പാലക്കാടുകാരുടെ മാത്രം സ്വന്തമായിട്ടുള്ള മുളക് ഏതാണെന്നറിയും, പൊള്ള മുളക് എന്ന് പറയും. മുളക് ബജ്ജിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അതുകൊണ്ട് ഒരു ബജ്ജിയാണ് ഉണ്ടാക്കാൻ പോണത്. കാണുമ്പോൾ നമ്മൾ ഷിംല മിർച്ച് പോലെയൊക്കെ തോന്നും, ക്യാപ്സിക്കം പോലെ. പക്ഷേ അത് അതിൻ്റെ ടേസ്റ്റ് അല്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ രുചികരമായിട്ടുള്ളൊരു വിഭവമാണിത്. നല്ലൊരു സ്നാക്കാണ്. വല്ലപ്പോഴും എവിടുന്നെങ്കിലുമൊക്കെ കിട്ടാനിടയായി നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. മുളക് ഷിംല മിർച്ച് പോലെ ഇരിക്കുന്ന പൊള്ള മുളക്. ഇതിന് നമുക്ക് വേണ്ടത്, ഞാനിവിടെ ഒരു 15 തൊട്ട് 20 മുളക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു 2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. മുളക് പൊടി 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. കായപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഇതിന് പുളി. അപ്പം നമ്മൾ ഇതിൽ പുളിയും ഉപ്പും കൂടി നിറച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാറ്റർ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ബജ്ജിക്ക് വേണ്ട ബാറ്റർ ഉണ്ടാക്കാം. അതിന് ഞാൻ എല്ലാത്തിൻ്റെ അളവും പറഞ്ഞല്ലോ. അതുപോലെ കടലമാവും, അതിൽ മുളക് പൊടി, ഉപ്പ്, കായപ്പൊടി ഇതെല്ലാം ചേർക്കുക. ഇത് മെയിനായിട്ട് ഇത് മാത്രമേ ഉള്ളൂ. നല്ല തിക്കായിരിക്കണം ബാറ്റർ. അപ്പം അതിനകത്ത് ഉപ്പും മുളക് പൊടിയും കായപ്പൊടിയും ചേർത്ത് അതിൻ്റെ ഒരു ബാറ്റർ തയ്യാറാക്കുക. അതിൻ്റെ കൂടെ നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഇവിടെ ചേർക്കേണ്ടത് എന്താണെന്നറിയോ? അരി ഉഴുന്നും അരച്ച മാവില്ലേ, അതാണ് ഞാനിവിടെ ചേർക്കുന്നത്. സാധാരണ നമ്മൾ അരിപ്പൊടിയാണ് ക്രിസ്പിനെസ്സിന് ചേർക്കുക. പക്ഷേ ഇത് കുറച്ചുകൂടി ടേസ്റ്റും അതിൻ്റെ ടെക്സ്ചർ നല്ല ഇതാവാം, അതിന് വേണ്ടിയിട്ടാണിത്. അത് ആഡ് ചെയ്യുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ചേർത്ത് അതിന് നല്ല കട്ടിയുള്ള ഒരു ബാറ്ററാക്കി റെഡിയാക്കണം. വളരെ തിക്കായിരിക്കണം. അപ്പോഴേ ആ മുളകിൻ്റെ മുകളിൽ അത് പിടിക്കുകയുള്ളൂ. അതിനൊരു നുള്ള് ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ക്രിസ്പി ആവും. അപ്പോൾ ബേക്കിംഗ് സോഡ കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യേണ്ടത്, മുളക് നന്നായിട്ട് വാഷ് ചെയ്ത് അതിനെ തുടച്ചെടുത്തിട്ട് അതിൽ ഇതുപോലെ ഒരു ചെറിയ കീറലുണ്ടാക്കുക. ചെറുതായിട്ടൊന്ന് കീറുക. എന്നിട്ട് അതിനകത്തോട്ടാണ് നമുക്ക് ഇനി പുളിയും ഉപ്പും കൂടി നന്നായിട്ട് ചേർത്തത് ഒരു ചെറിയ ലിക്വിഡ് പരുവത്തിനായിട്ട് അതിനകത്തോട്ട് ഒരു ചെറിയ സ്പൂണിൻ്റെ ബാക്കിൽ വെച്ച് ഉപയോഗിച്ച് അതൊന്ന് ഫില്ല് ചെയ്യണം. അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു. പിന്നെ നമുക്ക് മാവിൽ മുക്കി വറുത്താൽ മതി. അപ്പോൾ ഞങ്ങളൊക്കെ കുഞ്ഞുനാളിൽ ഒരുപാട് താല്പര്യത്തോട് കഴിക്കുന്നതാണ്. നമ്മൾ വെയിറ്റ് ചെയ്യും, എപ്പോഴാണ് നമ്മൾ വെക്കേഷൻ കഴിഞ്ഞ് ഈ മഴക്കാലം വരുമ്പോഴാണ് കിട്ടുക. മഴക്കാലത്ത് നല്ല ചൂടായിട്ടുള്ള ബജ്ജി. മഴക്കാലം തുടങ്ങുമ്പോൾ ഈ പാലക്കാടിൻ്റെ കടവീതികളിലൊക്കെ ഉണ്ടല്ലോ, അവിടെ ഈ തട്ടുകട ഉണ്ടാവും, ചെറിയ ചെറിയ വണ്ടികളുണ്ടാവും. അതിനകത്താണ് ഇത് ഉണ്ടാക്കിയിട്ട് നമ്മൾ കണ്ടിരിക്കണം. നല്ല ചൂടായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പം ഇതൊരു പാലക്കാട്ടുകാർക്ക് എനിക്ക് തോന്നുന്നു ഒരു ഇമോഷനാണ് ഈ പൊള്ള മുളക് ബജ്ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് നമ്മുടെ നാട്ടിലെ ഉൾനാടുകളിൽ ലൈക്ക് ചിറ്റൂരൊക്കെ ഇല്ലേ, അതുമാതിരി ഉള്ളിലുള്ള സ്ഥലങ്ങളിലാണ് പോലും ഉണ്ടാക്കുന്നത്, ഇത് കൾട്ടിവേറ്റ് ചെയ്യണത്. ഞങ്ങളാരും ഇതിൻ്റെ ചെടിയൊന്നും കണ്ടിട്ടില്ല. പക്ഷേ സീസൺ ആകുമ്പം ഇത് വരും. ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടത് വാങ്ങിച്ച് കഴിക്കാറുണ്ട്. അപ്പം ആർക്കെങ്കിലും എവിടെന്നെങ്കിലും ഇത് കിട്ടാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ ഇത് വാങ്ങി ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പാലക്കാടൻ മുളക് ബജ്ജി. നമ്മുടെ മുളക് ബജിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റ് ചെയ്യാനായിട്ട് എൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. അത് എൻ്റെ അച്ഛനാണ്. അപ്പോൾ അച്ഛയ്ക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. അത് കട്ട് ചെയ്യും. അപ്പോൾ അച്ഛൻ ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് പറയാൻ പോണം കേട്ടോ. അപ്പോൾ അച്ഛൻ എങ്ങനെയുണ്ടെന്ന് നോക്കൂ. സൂപ്പർ. നമ്മുടെ പാലക്കാട് ഹരികരപുത്ര ഹോട്ടലിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് വേറെ എന്ത് വേണം? ശരിക്കും നന്നായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എങ്ങനെയുണ്ട്? മുളക് ബജി നല്ല സൂപ്പർ അല്ലേ? അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ഡിഷസുമായിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബൈ. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ഹാപ്പി കുക്കിംഗ്.